ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഫിടെക്കിൻ്റെ കിടുക്കാച്ചി കിണ്ണങ്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് CD കാറാണ്. അതായത് വീട്ടിൽ പഴയതായിട്ടിരിക്കുന്ന ഉപയോഗിക്കാത്ത CD ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഒരു ചെറിയൊരു കുഞ്ഞ് കാറാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തതല്ല, നമ്മൾ ഈ ഇൻട്രോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മേക്കിങ്ങും പിന്നെ ഇത് വർക്ക് ചെയ്യുന്നൊക്കെ വീഡിയോ നമ്മൾ 2 കൊല്ലം മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളും ചെറിയ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ കുറച്ച് ഇളക്കൊക്കെ ഉണ്ട്, സ്റ്റെബിലൈസേഷനൊക്കെ ഇത്തിരി കുറവാണ്. 2 കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചാണ്. ആ വീഡിയോ കാണാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതൊരു പെൻഡ്രൈവ് എടുത്ത് ലാപ്ടോപ്പിൽ കുത്തിയപ്പോൾ അതിൽ കിടക്കണം. അപ്പോൾ നമ്മൾ നേരെ ഇൻട്രോയും ഔട്ട്രോയും എടുത്തിട്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള ലൈക്കും സബ്സ്ക്രൈബും അങ്ങനത്തെ എല്ലാ പരിപാടിയൊക്കെ ചെയ്തേക്കുക. നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ 2 CD ആണ്. നിങ്ങളുടെ വീട്ടിൽ പഴയ വല്ല CD ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. ഇതിപ്പോൾ ഇവിടെ കിടന്ന പഴയ 2 CD ആണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ നമുക്ക് വേണ്ട സംഭവമാണ് ഇതേപോലത്തെ ഐസ്ക്രീം സ്റ്റിക്ക്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടാവും ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്ക്. ഇല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങാം. ഞാനിപ്പോൾ കടയിൽ പോയിട്ട് കുറേ ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിൽ 4 എണ്ണം വേണം. പിന്നെ ഇതുപോലത്തെ റബ്ബർ ബാൻഡ് എടുക്കുക. ഞാൻ ഈ 2 റബ്ബർ ബാൻഡ് 2 കയ്യിലിട്ടേക്കണേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ 2 റബ്ബർ ബാൻഡ് എടുത്തെടുത്ത് നിങ്ങൾ 2 റബ്ബർ ബാൻഡ് എടുക്കുക. അതായത് 4 റബ്ബർ ബാൻഡ്, 2 വിരലിലും 4 റബ്ബർ ബാൻഡ്. എന്നിട്ട് ഈ സെയിം പോലെ തന്നെ ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കുക. കാരണം 2 റബ്ബർ ബാൻഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയും കുറച്ചും കൂടി നാളൊക്കെ കൂടുതൽ നിൽക്കും. ഇതുപോലെ 2 റബ്ബർ ബാൻഡ് വയ്ക്കുക. എന്നിട്ട് വേറെ വിരലിൽ 2 റബ്ബർ ബാൻഡ് വെച്ച് ഇതേപോലെ കെട്ടിയിടുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ 2 റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഇതുപോലെ കെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ കെട്ടലൊക്കെ നമ്മൾ CD-യുടെ ഓപ്പോസിറ്റ് ആ ഓട്ട കൂടി ഇട്ടിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫേക്കോ എന്തെങ്കിലും വെച്ചിട്ട് ആ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് അവിടെ ഉറപ്പിച്ച് വെക്കുക. കാരണം നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് അനങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വലിച്ചു നോക്കുകയാണ്, സീനൊന്നുമില്ല. ഇനി നമ്മൾ എവിടേക്കാണ് ഐസ്ക്രീം സ്റ്റിക്ക് വെക്കേണ്ടത് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ CD ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ 4 ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ ഗ്ലൂ അടിച്ചു ഒട്ടിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത്തെ CD വെച്ചു. ഇപ്പോൾ ഏതാണ്ടൊരു CD കാറിൻ്റെ ഷേപ്പൊക്കെ ആയി. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു അടപ്പെടുത്തിട്ട് നടുക്ക് ഇതുപോലെ ഹോൾ ഇടുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഗൺ അടിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, നമുക്കൊരു പെൻസിലും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടയുടെ മുകളിൽ നമ്മുടെ അടപ്പിൻ്റെ മുകളിൽ പെൻസിലാണ് വയ്ക്കാൻ പോകുന്നത്. റബ്ബർ ബാൻഡ് എടുക്കാൻ നിങ്ങൾക്ക് വല്ല നൂലെല്ലാം വെച്ചിട്ട് എളുപ്പത്തിൽ എടുക്കാം. സ്ക്രൂ ഡ്രൈവർ തന്നെ വേണമെന്നില്ല. പിന്നെ ഒരു പെൻസിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ വെക്കണതിൻ്റെ അവിടെ ഉണ്ടല്ലോ, ഇതുപോലെ പെൻസിൽ വയ്ക്കുക. കാരണം പെൻസിലാണ് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്കുമ്പോൾ നമ്മുടെ റബ്ബർ ബാൻഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റ് ആവും. ഇനി താഴ്ത്ത് വയ്ക്കുമ്പോൾ പെൻസിൽ അവിടെ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ CD കാർ കറങ്ങും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ പെൻസിലിൻ്റെ മോന തേഞ്ഞൊക്കെ പോവും. അപ്പോൾ ജസ്റ്റ് ചെത്തിയൊക്കെ കൊടുക്കുക കേട്ടോ നമ്മുടെ പെൻസിലിൻ്റെ മോന. ഇത്രയുള്ള കേട്ടോ നമ്മുടെ CD കാറിൻ്റെ പണി. നമ്മുടെ പെൻസിലിൻ്റെ മോന ഇടയ്ക്കും ചെത്തി കൊടുക്കുക. കാരണം അത് വരഞ്ഞ് തീരാൻ ചാൻസ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും അങ്ങോട്ട് ചെയ്തേക്കുക. ഇനി നമുക്കിത് ഓടുമോ നോക്കണ്ടേ. അപ്പോൾ നേരെ ടെസ്റ്റിങ്ങിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായി നമ്മുടെ CD കാർ? അടിപൊളിയല്ലേ സംഭവം? എന്തായാലും വർക്കിംഗ് ആട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വിചാരിച്ചില്ല ഇത്ര അടിപൊളിയായിട്ടൊക്കെ ഓടുന്നത്. പിന്നെ ഓടുന്ന വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ഇളക്കൊക്കെ ഉണ്ട്. നമ്മൾ അത്രയും 2 കൊല്ലം മുമ്പ് എടുത്തപ്പോൾ ഇതൊന്നും എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് കൂടുതലെന്ന് പറയാനുള്ള ലൈക്കും ചെയ്തേക്കുക, സബ്സ്ക്രൈബും ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഓളും ഞെക്കിയേക്കുക. പവർ ആയിട്ട് എല്ലാവർക്കും ഷെയറും ചെയ്തേക്കുക. അടിപൊളി ടെക്കും വ്ളോഗും വീഡിയോസൊക്കെ ഇനിയും വരും. അപ്പോൾ കൂടുതലെന്ന് പറയാനുള്ള അടിപൊളി വീഡിയോസുമായി കാണുന്നത് പ്രതീക്ഷയിൽ ദേവനാരായണൻ സൈനിങ് ഓഫ്.